എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇവിടെയുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് സുധ, ആൾ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നമ്മൾ കാണാൻ പോയപ്പോൾ വളരെ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നൊരു പ്രോൺസ് ബിരിയാണി എന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആളൊന്ന് ഫ്രീ ആവട്ടെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം നമ്മൾ ചോദിച്ച് വാങ്ങി തയ്യാറാക്കിയതാണ്. കാരണം അത്രയും ടേസ്റ്റായിരുന്നു, നമ്മുടെ നാവിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു രുചിയായിരുന്നു. ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഉറപ്പ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. സാധാരണ നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രോൺസ് പുലാവെന്നോ ചെമ്മീൻ ചോറെന്നോ ഒക്കെ വിളിക്കാം. ഏത് പേരിട്ട് വിളിച്ചാലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്, ചെമ്മീൻ. ഇത് നമ്മൾ നല്ലപോലെ കഴുകി ആ പുറത്തെ ഒരു അഴുക്കില്ല അതൊക്കെ എടുത്ത് മാറ്റി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒലച്ച് കഴുകി കൊണ്ടുവന്നിരിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അധികം എരിയില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താലും മതിയാകും. ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അരി ഒന്ന് കഴുകി കുതിർക്കാനായിട്ട് ഇട്ട് വെക്കാം. ഞാനിവിടെ 2.5 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഏത് അരിയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുത്താൽ മതിയാകും. 2.5 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് 1/2 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ട് നമുക്കിത് വെള്ളത്തിൽ അരമണിക്കൂർ കുതിരാനായിട്ട് ഇട്ട് വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നമ്മൾ ഊറ്റി മാറ്റി വെക്കണം. അരമണിക്കൂറിൽ കൂടുതൽ കുതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/2 കിലോ അരിക്ക് ഞാൻ 1 കിലോ പ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 750 ഗ്രാം പ്രോൺസ് എടുത്താലും മതിയാകും. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടെ ഒന്ന് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം എളുപ്പമാവും. അതിനായിട്ട് ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 10-12 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും തേങ്ങ ഉൾപ്പെടെ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/4 പിടി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് പിന്നീട് നമ്മൾ വെള്ളം ചേർത്ത് ഒന്നുകൂടി അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അരച്ചെടുക്കുന്നതാണൊക്കെയാണെന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് 4 സവാളയുള്ളി വേണം, 3 തക്കാളി വേണം. ഇത് ഇത്രയും നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുലാവ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തന്നെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രം യൂസ് ചെയ്താലും മതിയാകും. കുറച്ചധികം എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഓവർനൈറ്റ് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലപോലെ തണുപ്പ് പോയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറയാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ കൊഞ്ചിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഊർന്ന് വരും. വെള്ളമൊക്കെ ഊർത്ത് വന്നു കഴിയുമ്പോൾ ഞാനിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് ലൈറ്റ് ഗോൾഡൻ കളർ തുടങ്ങുമ്പോൾ കോരി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി പുലാവൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അധികം തന്നെ നമ്മൾ എണ്ണയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഏലയ്ക്ക, 2-3 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, അരമുറി ജാതിപത്രി, 2-3 ബേ ലീവ്സ് ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണം വരുന്നിടവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. കനം കുറച്ചിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. സവാളയുള്ളി നല്ലപോലെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കനം കുറച്ചിട്ടാണ് നമ്മൾ തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് സഹായിക്കും.
ഏറ്റവും ചെറിയ തീയിൽ 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തക്കാളി നല്ലപോലെ അലുത്ത് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി അലുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറാൻ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അരപ്പിടി പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ 1/4 പിടി ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് പുലാവിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പുലാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ പകുതിയായിട്ട് വെള്ളവും തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാപ്പാലും കൂടി എടുത്ത് വെക്കുക. 2 കപ്പ് വെള്ളവും 2 കപ്പ് മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് തേങ്ങ വെള്ളം ചേർത്ത് പാല് പിഴിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അതിനാണ് നമ്മൾ പകുതി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 2.5 കപ്പ് അരിക്ക് മൊത്തം 4 കപ്പാണ് നമ്മൾ വെള്ളവും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തത്. 4 കപ്പിലും കുറയാനായിട്ട് പാടില്ല. ഈ സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് മുന്നിൽ നിൽക്കണമെങ്കിൽ മാത്രമേ ലാസ്റ്റ് നമ്മുടെ ചെമ്മീൻ ചോറിന് നല്ല ഉപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഉപ്പ് മുന്നിൽ നിൽക്കണം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഊറ്റി വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിത് തുറക്കരുത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് 15 മിനിറ്റ് ഇത് അടഞ്ഞ് തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. എന്താ മണം എന്നറിയാം അതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അടിയിൽ വെള്ളമൊന്നുമില്ല. അപ്പം നല്ല കറക്റ്റ് പരുവത്തിന് നമ്മുടെ ചെമ്മീൻ ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും. ഭയങ്കര ടേസ്റ്റുമാണ്. ഈ കാണുന്നതിലും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്കിതിൻ്റെ സൈഡായിട്ട് കുറച്ച് റായിത്തയോ പപ്പടമൊക്കെ മതിയാകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ, ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ശ്രീയും അശ്വതിയും ദീപ വിനോദവും ഇതുവരെ നമുക്ക് അഡ്രസ്സൊന്നും അയച്ചു തന്നിട്ടില്ല. അപ്പോൾ അഡ്രസ്സൊക്കെ എല്ലാവരും അയച്ചു തരിക. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഹാപ്പി ഈസ്റ്റർ.